ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഡിസ്കൗണ്ട് വ്യാപാരം എന്ന പേരിൽ വ്യാജ മരുന്നുകൾ വിപണിയിൽ സുലഭമാവുകയാണെന്ന് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്ഗിസ്റ്റ് അസോസിയേഷൻ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ NDA വികസനത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നാടാകെ മദ്യമൊഴുക്കുന്ന LDFനെ തിരുത്തണമെന്ന് കേരള മദ്യനിരോധന സമിതി. മെഗാ കൈറ്റ് ഫെസ്റ്റിവലിന്റെ മുന്നോടിയായി പട്ടം നിർമ്മാണ ശില്പശാല കോഴിക്കോട്. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ NDA വികസനത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDFനും LDFനും ഒന്നും പറയാനില്ലെന്നും എന്നാൽ NDA വികസനത്തെക്കുറിച്ചാണ് പറയുന്നതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വികസിത കോഴിക്കോട് കൺവെൻഷനും NDA സ്ഥാനാർത്ഥി സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇവിടെ വരാൻ പോകുന്നത് ഭരണമാറ്റം മാത്രമല്ല, ശൈലിമാറ്റം കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വർഷങ്ങളായി കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF ഒരു വികസനവും കൊണ്ടുവന്നിട്ടില്ലെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വികസനം കൊണ്ടുവരാനുള്ള ഒരു അവസരമാണ് BJP ചോദിക്കുന്നത്. 4 വാഗ്ദാനങ്ങൾ വോട്ടർമാരുടെ മുന്നിൽ ഞങ്ങൾക്ക് വെക്കാനുണ്ട്. കോഴിക്കോടിന്റെ വികസനത്തിന് മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കും. വികസന പദ്ധതികൾക്കുള്ള രൂപരേഖയുണ്ടാക്കും. ഓരോ വർഷവും എന്ത് ചെയ്തു എന്നതിന്റെ വിശദ വിവരങ്ങളും കണക്കുകളും ജനങ്ങളെ അറിയിക്കും. അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നമ്മൾ വികസനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ചർച്ചയിൽ പങ്കെടുക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതാണ് ഞങ്ങളുടെ വികസന കാഴ്ചപ്പാട് ഒന്ന് പറയൂ. ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പറയണം. പക്ഷെ LDFനും UDFനും വികസനത്തെ കുറിച്ച് ഒന്നും പറയാനുമില്ല, ഒന്നും ചെയ്യാനുമില്ല. അതിന് തെളിവാണ് കോഴിക്കോട് കോർപ്പറേഷൻ. എത്ര കൊല്ലം ഭരിച്ചു LDF? 45 കൊല്ലം. ഞങ്ങൾ ഒരു 5 കൊല്ലത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ജനങ്ങളുടെ മുമ്പിൽ വെക്കും. ഓരോ കൊല്ലം ജനങ്ങളുടെ മുമ്പിൽ ഒരു റിപ്പോർട്ട് കാർഡ് വെക്കും. ഞങ്ങൾ 12 മാസത്തിൽ എന്ത് ചെയ്തു, എന്ത് ചെയ്യാൻ പോകുന്നു. കോൺഗ്രസ് വിട്ടുവന്ന ബിന്ദു അനിൽകുമാർ, VK രാധ, സജിനി എന്നീ നേതാക്കളെ രാജീവ് ചന്ദ്രശേഖർ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു അധ്യക്ഷനായി. മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി K രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോളേജ് വിദ്യാർത്ഥികൾക്ക് പട്ടം നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. ഡിസംബർ 1 നടക്കുന്ന മെഗാ കൈറ്റ് ഫെസ്റ്റിവലിന് മുന്നോടിയായാണ് പട്ടം നിർമ്മാണ ശില്പശാല. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പ്രചരണാർത്ഥം ഡിസംബർ 1 കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന മെഗാ കൈറ്റ് ഫെസ്റ്റിന് മുന്നോടിയായി കോളേജ് വിദ്യാർത്ഥികൾക്ക് പട്ടം നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ തിരഞ്ഞെടുപ്പ് വിഭാഗം, ജില്ലാ സ്വീപ് സെൽ, ജില്ലാ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാഷണൽ സർവീസ് സ്കീം, കൈറ്റ് ഇന്ത്യ ടീം തുടങ്ങിയവരുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 15 കോളേജുകളിൽ നിന്നുള്ള 300ഓളം വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം നൽകിയത്. തിങ്കളാഴ്ച നടക്കുന്ന മെഗാ കൈറ്റ് ഫെസ്റ്റിവലിൽ ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള 1000ഓളം വിദ്യാർത്ഥികൾ പങ്കാളികളാകും. ജില്ലാ സ്വീപ് സെൽ കോർഡിനേറ്റർ കൂടിയായ അസിസ്റ്റന്റ് കളക്ടർ S മോഹനപ്രിയ ഉദ്ഘാടനം നിർവഹിച്ചു. So I'm very happy to be a part of this kite festival, and I'm hoping that you're all enjoying yourselves over here, learning how to make kites. And this is part of a very important democracy festival, that is the festival of SIR, Special Intensive Revision.
to get purified rolls for our country, which is mandated by the Election Commission of India. And so this kite festival, we are going to leave our kites into the sky so that we leave a message for our country and that we are going to celebrate this democracy this year and in this month. Especially because 1st of December we are going to celebrate this, because 4th of December we are going to finish the SIR exercise. So hoping that you will enjoy this process and you will celebrate along with us. Thank you. സരോവരം ബയോപാർക്കിൽ നടന്ന ശില്പശാലയിൽ ജില്ലാ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ് കോർഡിനേറ്റർ ഡോക്ടർ നിജീഷ് ആനന്ദ്, NSS ജില്ലാ കോർഡിനേറ്റർ ഫസീൽ അഹമ്മദ്, പട്ടം നിർമ്മാണ വിദഗ്ധർ അബൂബക്കർ സിദ്ദീഖ്, ഫാത്തിമ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാടാകെ മദ്യമൊഴുക്കി കുടുംബം തകർക്കുന്ന LDFനെ തിരുത്തണമെന്ന് സമ്മതിദായകരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലാ മദ്യനിരോധന സമിതിയുടെ 2ാം ഘട്ട വാഹനജാഥ ഡിസംബർ 3-ന് ആരംഭിക്കും. കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. ഇളം തലമുറ ലഹരിയിൽ പെട്ടുപോകാതിരിക്കാൻ LP ക്ലാസ് മുതലേ പാഠപുസ്തകങ്ങളിൽ ലഹരി വിരുദ്ധ ഭാഗങ്ങൾ ചേർക്കണം. 936 ദിവസമായി ഇതുവരെ ഈ കാര്യം എന്താണെന്ന് അന്വേഷിക്കാൻ സർക്കാർ പ്രതിനിധികളോ സർക്കാർ കക്ഷിയുടെ പ്രതിനിധികളോ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഞങ്ങൾ 29 ബാറുകളാണ് ഉമ്മൻചാണ്ടി സർക്കാർ പോകുമ്പോൾ കേരളത്തിൽ, ഇപ്പോഴത് 945ആയി. ഞങ്ങൾ സത്യാഗ്രഹം നടത്തുന്ന മലപ്പുറത്ത് ഒറ്റ ബാറേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 32ആയി. ഒരു ബാർ മാത്രമേ കോഴിക്കോട്ട് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അത് 41ആയി. കേരളത്തിൽ 33 ഇരട്ടി മദ്യ ബാറുകൾ ഉണ്ടായി, കോഴിക്കോട് 40 ഇരട്ടി ഉണ്ടായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മദ്യനിയന്ത്രണാധികാരം റദ്ദു ചെയ്തും ദേവാലയങ്ങളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും ശ്മശാനാദികളിൽ നിന്നും മദ്യശാലകൾ പാലിക്കേണ്ട ദൂരവ്യവസ്ഥ ലഘൂകരിച്ചും ബാറുകളുടെ രാത്രിയിലെ പ്രവർത്തന സമയം കൂട്ടിക്കൊടുത്തും സർക്കാർ മദ്യവ്യാപനത്തിന് കൂട്ടുനിൽക്കുകയാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് കേരളം അഭിമുഖീകരിക്കുന്ന മഹാവിപത്താണ് മദ്യമെന്ന് സമ്മതിച്ച LDF ഇപ്പോൾ ശ്രമിക്കുന്നത് മദ്യോപയോഗം ഗൗരവമുള്ള ഒരു വിഷയമേ അല്ല എന്ന് വരുത്തി മറ്റ് ലഹരികൾക്കെതിരെ മാത്രമായി ജനവികാരം തിരിച്ചുവിടാനാണ്. ഇത് മദ്യലോബിയെ സഹായിക്കാനും അവരിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും വേണ്ടിയാണ്. നാടെങ്ങും മദ്യമൊഴുക്കി കുടുംബം തകർത്ത LDFന് വോട്ടില്ല എന്ന് കേരള മദ്യനിരോധന സമിതി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനമൊട്ടാകെ പ്രചാരണം നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. LDFന് എവിടെയെങ്കിലും വോട്ട് കുറഞ്ഞാൽ അവർ കണ്ണു തുറക്കും. UDF ശ്രദ്ധിക്കും. ഇവരെ കൊണ്ട് വോട്ട് കുറഞ്ഞാൽ 2 മുന്നണികളും ഞങ്ങളെ പരിഗണിക്കും. വാർത്താ സമ്മേളനത്തിൽ ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ, പ്രൊഫസർ TM രവീന്ദ്രൻ, പ്രൊഫസർ OJ ചിന്നമ്മ, പൊയ്രിൽ കൃഷ്ണൻ, രാജീവൻ ചൈത്രം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chemanur International Jeweler. Surprise! Happy birthday! Friends and party time, flavors and party time. Friends and party time, flavors and party time. A party party, a party party now. Ice cream party time. Just come in, taste it, you love it. Milma ice cream, friends and flavors. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഡിസ്കൗണ്ട് വ്യാപാരം എന്ന പേരിൽ വ്യാജ മരുന്നുകൾ വിപണിയിൽ സുലഭമാവുകയാണെന്ന് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ. സംസ്ഥാനത്തിന്റെ ആരോഗ്യ പുരോഗതിക്ക് കടുത്ത ഭീഷണി ഉയർത്തുന്ന ഇത്തരം ഡിസ്കൗണ്ട് മരുന്നുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. നമുക്കറിയാം, ഈ ഇൻസുലിൻ പോലത്തെ മരുന്നുകൾ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് ആകെ 16% ലാഭവിഹിതമാണ്.
റീറ്റെയിലേഴ്സിന്. എന്നാൽ അതിലും കൂടുതൽ ഓഫർ ചെയ്തുകൊണ്ടാണ് ഇവിടെ ചില ഡിസ്കൗണ്ട് ഷോപ്പുകൾ വിൽപ്പന നടത്തുന്നത്. കാരണം ഈ മരുന്നുകളൊക്കെ പുറമേ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കാലിക്കറ്റ് ഒരു സ്റ്റോക്കിസ്റ്റാണ്. അപ്പോൾ ശനിയാഴ്ച ഓർഡർ ചെയ്താൽ അവർ അയക്കില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കോൾഡ് ചെയിൻ പ്രോഡക്റ്റാണ്. ഞായറാഴ്ച സ്ഥാപനം അവധിയായതിനെ കൊണ്ട് 24 മണിക്കൂറായി പോകും കഴിയും. അതിന്റെ പേരിൽ അവർ ശനിയാഴ്ച ഒന്നും അയക്കില്ല. ഇത്തരം സാധനങ്ങൾ 4000-5000 കിലോമീറ്റർ ദൂരത്തു നിന്നാണ്. അത് എങ്ങനെയാണ് വരുന്നത് ഒന്നും ഒരു ഐഡിയ ഇല്ല. അപ്പൊ അതിന്റെ എഫിക്കസിനെ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ആണ് ഇവിടെ ഡിസ്കൗണ്ട് ഷോപ്പുകളിൽ സാധനങ്ങൾ അത്യാവശ്യം വില കുറച്ച് കൊടുക്കുന്നതിന്റെ ഒരു കാരണം. GST നടപ്പിലായതു മുതൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അംഗീകാരമില്ലാത്തതും ഗുണനിലവാരമില്ലാത്തതുമായ മരുന്നുകൾ സംസ്ഥാനത്ത് വ്യാപിക്കുകയാണെന്ന് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു. ഡിസ്കൗണ്ട് വ്യാപാരം എന്ന ബോർഡ് വെച്ച് അംഗീകൃത മരുന്ന് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് വരെ ഇത്തരക്കാർ വ്യാജന്മാരെ ഇറക്കുന്നു. വലിയ കമ്മീഷനാണ് ഇത്തരം വ്യാജമരുന്ന് നിർമ്മാതാക്കൾ വിതരണക്കാർക്ക് നൽകുന്നത്. ഇതിൽ ആകൃഷ്ടരായി കുറെ പേർ ഡിസ്കൗണ്ട് ബോർഡുകൾ വെച്ച് മരുന്നുകൾ വിൽക്കുകയാണ്. റീറ്റെയിൽ വ്യാപാരികൾക്ക് 16%, വിതരണക്കാർക്ക് 8%മാണ് നിലവിൽ മരുന്നുകളുടെ കമ്മീഷൻ എന്നിരിക്കെ അതിനേക്കാൾ കുറഞ്ഞ വിലയിൽ മരുന്നുകൾ വിൽക്കുന്നത് സംശയാസ്പദമാണെന്നും ഗുണനിലവാര പരിശോധനകൾ ആരോഗ്യവകുപ്പ് കർശനമാക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. AKCDA ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത് ദാമോദരൻ, സെക്രട്ടറി ഷാജി റോഷൻ, T ബീരാൻകുട്ടി, KT രഞ്ജിത്ത്, സന്തോഷ് കുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊയിലാണ്ടിയിൽ 5 നാൾ നീണ്ട സർഗകലയുടെ ഉത്സവത്തിന് വെള്ളിയാഴ്ച തിരശീല വീഴും. ഇശൽമഴ പെയ്ത ഒപ്പന മത്സരവും കോൽക്കളിയും കൊണ്ട് സമ്പന്നമായിരുന്നു 4ാം ദിനം. കൊയിലാണ്ടിയിൽ കലാവസന്തം വിരിയിച്ച് 5 നാൾ ആഘോഷമാക്കിയ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് വെള്ളിയാഴ്ച കൊടിയിറങ്ങും. മത്സരാർത്ഥികളിൽ ആവേശവും കാണികളിൽ ആഹ്ലാദവും പങ്കിട്ട ജനപ്രിയ ഇനമായ ഒപ്പന മത്സരം 1ാം വേദിയിൽ അരങ്ങേറിയപ്പോൾ വൻ ജനസാന്നിധ്യം കൊണ്ട് വേദിയും ശ്രദ്ധേയമായി. UP വിഭാഗം കുച്ചിപ്പുടിയും ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്തവും ഇരുള നൃത്തവും വിദ്യാർത്ഥികൾ ആടിത്തിമിർത്തു. മനം നിറച്ച് കലാമത്സരത്തിനൊപ്പം വയറു നിറച്ച് ഭക്ഷണവും ഒരുക്കാൻ ഭക്ഷണശാലയും സംഘാടകരും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അക്ഷീണം പ്രയത്നിച്ചു. ഭക്ഷണം കഴിക്കാൻ പ്രത്യേക വാഹനം തയ്യാറാക്കിയത് ആശ്വാസമായി. 4ാം ദിവസം ഒപ്പന മത്സരം തുടങ്ങാൻ മണിക്കൂറുകൾ കാത്തിരുന്നു. മറ്റു വേദികളിലും മത്സരം തുടങ്ങാൻ വൈകി. പല കാരണങ്ങളാൽ പ്രതിസന്ധി നേരിട്ടും പരിമിതികളെ മറികടന്നും കൊയിലാണ്ടിയെ ഉത്സവച്ചായ പകർന്നാണ് കലാമാമാങ്കത്തിന് കൊടിയിറങ്ങുന്നത്. ഇന്നിവിടെ പരസ്പരം മത്സരിച്ചവർ തൃശൂരിൽ സംസ്ഥാന കലോത്സവ വേദിയിൽ ഒന്നാകും. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. കലാനിധി ഇശൽരാവ് കലാസാഹിത്യ മത്സരങ്ങളും പുരസ്കാര സമർപ്പണവും മീഡിയ അവാർഡും പ്രഖ്യാപിച്ചു. ബാലാമണിയമ്മ സ്മാരക സുവർണമുദ്ര പുരസ്കാരം RK ദാമോദരനും ഡോക്ടർ കുഞ്ഞബ്ദുള്ള സ്മാരക സുവർണമുദ്ര പുരസ്കാരം റഫീഖ് അഹമ്മദിനും അർഹരായി. മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം EP മുഹമ്മദ്, ബ്യൂറോ ചീഫ്, സുപ്രഭാതം, കോഴിക്കോട്. കോഴിക്കോട് പ്രസ് ക്ലബിന്റെ പ്രസിഡന്റാണ്. മാധ്യമ മഹിമ പുരസ്കാരം മാതൃഭൂമി, കോഴിക്കോട്. ദൃശ്യ മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം P അമർജിത്ത്, ക്യാമറാമാൻ അമൃത TV, കോഴിക്കോട്. മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം KK ജയേഷ്, സീനിയർ റിപ്പോർട്ടർ, ജനയുഗം, കോഴിക്കോട്. മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം രമേശ് കോട്ടൂടി, ചീഫ് ഫോട്ടോഗ്രാഫർ, ദീപിക. കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി 2025 നവംബർ 29-30 തീയതികളിൽ കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ കലാനിധി ഇശൽരാവും പുരസ്കാര സമർപ്പണവും നടക്കും. കലാനിധി പ്രഥമ ബാലമണിയമ്മ സ്മാരക സുവർണമുദ്ര പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ RK ദാമോദരനും, കലാനിധി പ്രഥമ ഡോക്ടർ കുഞ്ഞബ്ദുള്ള സ്മാരക സുവർണമുദ്ര പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദിനും നൽകി ആദരിക്കും.
നവംബർ 29 രാവിലെ 9:30 കലാനിധി ഇശൽരാവ് 2025 കലാ സാഹിത്യ മത്സരങ്ങൾ പിന്നണി ഗായിക ആര്യനന്ദ ആർ ബാബു ഉദ്ഘാടനം ചെയ്യും. നവംബർ 30 ഉച്ചയ്ക്ക് 12:30 നടക്കുന്ന കലാനിധി ഇശൽരാവും പുരസ്കാര സമർപ്പണവും സമാപന സമ്മേളനവും പ്രശസ്ത സിനിമാ സീരിയൽ നടൻ MR ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ഗീത രാജേന്ദ്രൻ, S അശോക് കുമാർ, പ്രദീപ് തൃപ്പരപ്പ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. സൗത്ത് ഇന്ത്യ ഇന്നേവരെ കാണാത്ത എപ്പിക് എക്സ്പീരിയൻസ് ഇനി ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും കാണാം. അനുഭവിച്ചറിയാം. മൈജി ഫ്യൂച്ചറിന്റെ ഇന്നേ വരെ കാണാത്ത ഏറ്റവും വലിയ എപ്പിക് ഷോറൂം മൈജിയുടെ സ്വന്തം നാടായ കോഴിക്കോട് തൊണ്ടയാട് വരുന്നു. മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ തിരുനാൾ ഉത്സവത്തിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ ഒള്ളാട്ടുപുറം കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ വിശുദ്ധ അന്ത്രയോസിന്റെയും വിശുദ്ധ സെബസ്ത്യനോസിന്റെയും തിരുനാൾ ഉത്സവത്തിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ ഒള്ളാട്ടുപുറം കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഇന്നേ ദിവസം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും വിശുദ്ധ അന്ത്രയോസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും മാധ്യസ്ഥ മുഖേന നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇപ്പോൾ നന്ദി പറയാം. കൂടാതെ ഈ തിരുനാളിന്റെ ആരംഭത്തിൽ നമ്മളിവിടെ ആ വിശുദ്ധ അന്ത്രയോസിന്റെ രൂപമുള്ള ഈ കൊടി ഉയർത്തുമ്പോൾ അത് ദൈവത്തിന്റെ അനുഗ്രഹം ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. മാവൂർ ലിറ്റിൽ ഫ്ലവർ ദേവാലയം വികാരി ഫാദർ സോജൻ ആലക്കലിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി, നൊവേന എന്നിവയുണ്ടായി. തിരുനാൾ കമ്മിറ്റി വില്യം ജോൺ, ജോയിന്റ് കൺവീനർമാരായ ഡോക്ടർ ബെന്നറ്റ് കൊറിയ, ബാബു പ്രസാദ്, പാരിഷ് കൌൺസിൽ സെക്രട്ടറി ജോയ്മോൻ തറമ്മൽ എന്നിവർ നേതൃത്വം നൽകി. ജപമാല, ദിവ്യബലി, നൊവേന എന്നിവയ്ക്ക് ചെറുവണ്ണൂർ തിരുഹൃദയ ദേവാലയ വികാരി ഫാദർ ജിജു പള്ളിപ്പറമ്പിൽ കാർമ്മികത്വം വഹിക്കും. 30 ആഘോഷമായ ദിവ്യബലിക്ക് ബിഷപ്പ് ഹൌസ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ പോൾ പേഴ്സി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇടവക കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് 5 തിരുനാൾ കൊടിയിറങ്ങും. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. അടുത്ത വർഷം 5G വാണിജ്യപരമായി ആരംഭിക്കാൻ കഴിയുമെന്ന് BSNL ജനറൽ മാനേജർ കൃഷൻ കുമാർ അഗർവാൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Mobile 4G network is a 5G ready network. As of now, we have rolled out some 642 mobile 4G BTS across the Calicut and Wayanad district. That includes Vadagra region also. So now our coverage and capacity is sufficient to serve our esteemed customers. BSNL 4G നെറ്റ്വർക്ക് കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഏതാണ്ട് പൂർണ്ണമായി വിന്യസിച്ചതായി ജനറൽ മാനേജർ കൃഷൻ കുമാർ അഗർവാൾ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ 474 ടവറുകളും വയനാട് ജില്ലയിൽ 168 ടവറുകളും 4G നെറ്റ്വർക്കിനായി ഒരുക്കിയിട്ടുണ്ട്. എളുപ്പത്തിൽ 5G നെറ്റ്വർക്കിലേക്ക് മാറാവുന്ന വിധത്തിലുള്ള 5G റെഡി 4G നെറ്റ്വർക്കാണ് വിന്യസിച്ചത്.
അടുത്ത വർഷം 5G വാണിജ്യപരമായി ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ഗ്രാമീണ ആദിവാസി മേഖലകളിലും 4G കണക്ടിവിറ്റിക്ക് സൗകര്യങ്ങൾ BSNL ഒരുക്കിയിട്ടുണ്ട്. വയനാട് 10 ആദിവാസി മേഖലകളിലും കോഴിക്കോട് 8 മേഖലകളിലും 4G സൗകര്യങ്ങൾ ലഭിക്കുന്നതിനായി ടവറുകൾ സജ്ജീകരിച്ചതായി GM പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാഹിത്യകാരി KP സുധീരയ്ക്ക് ഭാരത് സേവക് സമാജ് ബഹുമതി. രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ സമർപ്പിത സേവനങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് ഈ ബഹുമതി. ഇന്ത്യ ഗവൺമെന്റിന്റെ ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം ഇന്ത്യൻ പാർലമെന്റ് സ്ഥാപിച്ച ദേശീയ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെ ദേശീയ പുരസ്കാരമായ ഭാരത് സേവാ സമാജ് ബഹുമതി KP സുധീരയ്ക്ക്. രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ സുധീര നൽകിയ സ്വയം സമർപ്പിത സേവനങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് ഈ ബഹുമതിയെന്ന് ഡയറക്ടർ ജനറൽ മഞ്ജു ശ്രീകണ്ഠൻ അറിയിച്ചു. ഡിസംബർ 12-ന് തിരുവനന്തപുരത്തെ കവടിയാർ സദ്ഭാവന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ വെച്ച് ന്യൂഡൽഹിയിലെ സെൻട്രൽ ഭാരത് സേവക് സമാജത്തിന്റെ അഖിലേന്ത്യാ ചെയർമാൻ BS ബാലചന്ദ്രൻ അവാർഡ് സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡിസ്കൗണ്ട് വ്യാപാരം എന്ന പേരിൽ വ്യാജ മരുന്നുകൾ വിപണിയിൽ സുലഭമാവുകയാണെന്ന് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ NDA വികസനത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നാടാകെ മദ്യമൊഴുക്കുന്ന LDF-നെ തിരുത്തണമെന്ന് കേരള മദ്യനിരോധന സമിതി. മെഗാ കൈറ്റ് ഫെസ്റ്റിവലിന്റെ മുന്നോടിയായി പട്ടം നിർമ്മാണ ശില്പശാല കോഴിക്കോട്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.